കൃഷിനാം ഏറ്റവും പ്രധാനപ്പെട്ട IMF യോഗം നടക്കാനിരിക്കുന്നു. IMF യോഗം പാകിസ്ഥാൻ IMF യോഗത്തിൽ നിന്നും പണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാരണവശാൽ പാകിസ്ഥാൻ പണം കൊടുക്കരുത്, അവർ തീവ്രവാദത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് എന്ന് രാജ്യം തെളിവടക്കം കടുത്ത ഭാഷയിൽ പറയാനും പോകുന്നു. യോഗ തീരുമാനം എപ്പോൾ നമുക്കറിയാൻ കഴിയും കൃഷിന? ഹഷ്മി, നമ്മൾ ഒരു വശത്ത് ഒരു മിലിറ്ററി ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സൈനിക നടപടി നടത്തുന്നു, അതോടൊപ്പം തന്നെ മറുവശത്ത് ഒരു സാമ്പത്തികമായ ഷോക്ക് അല്ലെങ്കിൽ ഒരു ഇക്കണോമിക് സർജിക്കൽ സ്ട്രൈക്ക് കൂടി നടത്തി പാകിസ്ഥാനെ 4 വശത്തു നിന്നും വരിഞ്ഞു മുറുക്കുക എന്നൊരു തന്ത്രമാണ് ഇന്ത്യക്കുള്ളത്. നമുക്ക് ഇന്ന് നടക്കുന്ന ഒരു നിർണായക ബോർഡ് യോഗമാണ് IMF-ൽ നടക്കാൻ പോകുന്നത്. ഈ യോഗത്തിൽ ഇന്ത്യയുടേതായ നിലപാട് വ്യക്തമാക്കും. ഇത് സംബന്ധിച്ച സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. വാഷിംഗ്ടണിൽ നടന്ന മാധ്യമ സമ്മേളനത്തിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് പറഞ്ഞത്, നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, IMF-ലുള്ള നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇന്ന് ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് പോയിന്റ് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയും എന്ന സൂചനയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത്. 1950-ലാണ് പാകിസ്ഥാൻ IMF-ൽ മെമ്പറാകുന്നത്. അന്നു മുതൽ ഇന്ന് വരെ കടമെടുത്ത് പോകുന്ന ഒരു രാജ്യമാണ്. IMF-ന്റെ കണക്കുകളൊന്നും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം വായ്പ എടുത്തിട്ടുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അവരുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളൂ ഹാഷ്മി, നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ പോലും നമുക്കതിൻ്റെ ചില കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എപ്പോൾ വായ്പ എടുത്താലും ഈ കണ്ടീഷൻസ് ഒന്നും അവർക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ IMF-ന്റെ തന്നെ പല പ്രോജക്റ്റുകളും പകുതി വഴി വെച്ച് ഒഴിവാക്കാനും നിർത്താനും IMF നിർബന്ധിതരായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ പറയുക ഈ വിശ്വാസ്യത ഇല്ലായ്മ ഊന്നിയുള്ള കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി മേലാൽ ഒരു പൈസ പാകിസ്ഥാന് വായ്പ നൽകരുത് എന്ന ഒരു കാര്യമാണ് ഇന്ത്യ IMF-ൽ ആവശ്യപ്പെടാൻ പോകുന്നത്. ഇതിന് കാരണങ്ങളുമുണ്ട്. കാരണം ഈ വായ്പ കൊടുക്കുമ്പോൾ $7 ബില്യൺ വായ്പയാണ് പാകിസ്ഥാനും IMF-ഉമായിട്ടുള്ള ആ ഒരു ഡീലിന്റെ ഭാഗം. ഇതിൽ $1 ബില്യൺ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി 2025 ജൂലൈയിൽ, അതായത് കഴിഞ്ഞ 2024 ജൂലൈയിൽ പറഞ്ഞതനുസരിച്ച് ഒരു $3.1 ബില്യൺ ഇനി ഡിസ്ബേഴ്സ് ചെയ്യാനുള്ള അടുത്ത ഗഡു എന്ന് പറയുന്നത്. പക്ഷേ ഈ അടുത്ത ഗഡു കൊടുക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ, ഇവരുടെ കണ്ടീഷൻസ് ഒന്ന് റിവ്യൂ ചെയ്യണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടാൻ പോകുന്നത്. അതിലൊന്ന് സാമ്പത്തിക മാനേജ്മെന്റ് കൃത്യമായിരിക്കണമെന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പക്ഷേ അത് നടക്കുന്നില്ല. കാരണം കഴിഞ്ഞ മാസത്തെ പാകിസ്ഥാനിലെ വിലക്കയറ്റം അഥവാ നാണയപ്പെരുപ്പം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 17.3%, അതായത് 20% തൊട്ടടുത്ത് നിൽക്കുകയാണ്. മറ്റൊന്ന് അവരുടെ വിദേശ നാണ്യ ശേഖരമാണ്. വെറും $8 ബില്യൺ മാത്രമാണ് പാകിസ്ഥാന്റെ മെയിലെ വിദേശ നാണ്യ കരുതൽ ശേഖരം എന്ന് പറയുന്നത്. ഹാഷ്മി ഓർക്കണം, ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം അവസാനത്തെ കണക്കുകൾ പ്രകാരം $690 ബില്യൺ ആണ്. ഇത് വെറും 1.5 മാസത്തെ ഇറക്കുമതിക്ക് മാത്രമുള്ള തുക മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. 3, ഈ പ്രാദേശിക പ്രശ്നങ്ങൾ, അവർ തന്നെ അങ്ങോട്ട് പോയി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതുമൂലം പാകിസ്ഥാനിലുള്ള ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കണക്കിലെടുത്ത് പാകിസ്ഥാന് ഇനി വായ്പ കൊടുക്കരുത് എന്നാണ് ഇന്ത്യ ആവശ്യപ്പെടാൻ പോകുന്നത്. അല്പസമയത്തിനകം IMF-ന്റെ ഈ നിർണായകമായ യോഗം ആരംഭിക്കും. ഇന്ത്യയുടെ നിലപാട് ഏത് രീതിയിൽ അവർ കണക്കാക്കും. ഒപ്പം തന്നെ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF-ൽ നിന്ന് ഒരു ഗ്രേ ലിസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, ആ ഗ്രേ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സാമ്പത്തികമായ സഹായങ്ങൾ വിദേശ ഏജൻസികളിൽ നിന്ന് പാകിസ്ഥാന് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും തലനാരിഴയ്ക്കാണ് പല തന്ത്രങ്ങൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ആ ഗ്രേ ലിസ്റ്റിൽ നിന്ന് പുറത്തു കടന്നത്. അപ്പോൾ വീണ്ടും ആ ഗ്രേ ലിസ്റ്റിലേക്ക് അവരെ പെടുത്തുക, അവർക്ക് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും നൽകാതിരിക്കുക എന്നത് ഉറപ്പാക്കുകയാണ് ഇന്ന് നടക്കാൻ പോകുന്ന IMF യോഗത്തിൽ ഇന്ത്യ എടുക്കാൻ പോകുന്ന നിലപാട്. ഹാഷ്മി. ഓക്കെ, കൃഷ്ണചേരിയാണ് IMF യോഗത്തിൻ്റെ വിവരങ്ങൾ നൽകിയത്. സാമ്പത്തികമായി നട്ടലൊടിഞ്ഞു നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അവർക്ക് കിട്ടുന്ന IMF-ൽ നിന്ന് ലോൺ കൊടുത്താലും അത് ആ രാജ്യത്തിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾക്കല്ല അവർ വിനിയോഗിക്കുക. അവർ ഈ രീതിയിൽ തീവ്രവാദ ഫണ്ടിങ്ങിന് വേണ്ടി റീറൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ ഇന്ത്യ IMF-നെ ബോധ്യപ്പെടുത്താൻ പോകുന്നു. തെളിവടക്കം ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോകുന്നു. അവർക്ക് പണം നൽകരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. IMF അത് മുഖവിലക്കെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.